തുടരുക. ശ്രീ ജയന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്, ആക്ഷൻ കമ്മിറ്റിയുടെ. ശ്രീ ജയന്ത്, നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ നിയമ പോരാട്ടത്തിന്റെ വിജയമാണ് ഇത്. ഇനി എന്ത് ഏജൻസി അന്വേഷിക്കും, എന്ത് പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത്? സാറേ, നിങ്ങളെ അല്ല, അത് എല്ലാരും കൂടിയിട്ട് ചെയ്ത് ഒരു മാധ്യമോ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയ മാധ്യമോ ആൾക്കാരും എല്ലാരും കൂടിയിട്ട് ഈ ഒരു ഇവിടെ വരെ എത്തിച്ചെന്ന് പറയുന്നത്. ഇപ്പൊ എന്താ സംബന്ധം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം സുപ്രീം കോടതി പറഞ്ഞത് SIT ടീം രചനയാക്കണമെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിനോട്. അന്നേരം നമ്മളെ വക്കീൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി മുത്തർജിയില് സുപ്രീം കോടതിയിൽ നിന്ന് അവര് നോക്കിക്കൊണ്ട് അതൊരു ടീം രചനയാക്കണം പറഞ്ഞു. അതിലൊരു പെൻഡിങ് ഉണ്ട്, അതൊരു 10 ദിവസത്തിനുള്ളിൽ അറിയാം ഇപ്പൊ എങ്ങനെ ചെയ്യുന്നത്. റിട്ടയർഡ് ജഡ്ജിമാർ വേണമെന്ന് നമ്മൾ പറയുന്നത് സുപ്രീം കോടതിന്റെ. ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ CBI അന്വേഷിച്ചിട്ട് ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ ഒരു കേസിൽ ഇനി എന്ത് പ്രതീക്ഷയാണ്? അല്ല, CBIക്ക് ഇല്ല, CBI വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ സ്റ്റേറ്റിന് കൊടുത്തപ്പോഴും സ്റ്റേറ്റിനും പറഞ്ഞു, നമ്മൾ പറഞ്ഞു നമ്മളെ വക്കീലന്മാർ പറയുന്നത് എന്താ വെച്ചെങ്കിൽ റിട്ടയർഡ് ജഡ്ജ്, സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിന്റെ മോണിറ്ററി ചെയ്തുകൊണ്ട് ഒരു ടീം റെഡി ആവണമെന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പം. ഓക്കെ, ഇപ്പം നിങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് അറിയുന്നവരാണ്. അപ്പോൾ ഈ കേസിൽ ബന്ധപ്പെട്ട പ്രതികളൊക്കെ ആ പ്രദേശത്ത് തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ അല്ല ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. അത് തെളിവെന്നല്ല, തെളിവ് ഒരു സൈഡിലെ തെളിവെന്ന് പറഞ്ഞാൽ അപ്പം ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ തന്നെ അത് സാക്ഷി മെയിനായിട്ട്. അത് ഇട്ടവരും കണ്ടവരുണ്ട്, കൊണ്ടുപോകുന്നവരും കണ്ടവരുണ്ട്. ഇവരാരും എൻക്വയറി ചെയ്തില്ല, CBI ഇല്ലെങ്കിൽ CDI ചെയ്തില്ല. ഒരേ ഒരു എൻക്വയറി ടീം എൻക്വയറി ചെയ്തിട്ടില്ല. ഇന്നലെ ഇന്നലെ എന്താ സുപ്രീം ചോദിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ സൗജന്യയുടെ അമ്മേനത്തെ സമയത്ത് ഒരു ചോദ്യം ചെയ്തെന്ന് പറഞ്ഞേക്കുന്നത്. അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല. ഇത്ര വീക്കായിരുന്നു അവര്. അന്നേരം ആർക്ക് വേണ്ടിയിട്ട് ചെയ്തതെല്ലാം? അന്നേരം ഈ ഇതിന്റെ ബാക്കിലുള്ള പ്രഭാവി ഒന്നും അത്ര വലിയ വ്യക്തിയാണോ എന്നും കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നവര്? ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാ. ഇപ്പൊ SIT തനിക്കായിക്കൊണ്ട് അതും അത് തന്നെ ആയത്. ഇപ്പൊ എല്ലാരും പറയുന്നത് ഞങ്ങളൊരു വേറെ ബുരുഡേ എന്ന് പറഞ്ഞ ഒരു ടീമായിട്ടാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഈ ഒരു സൗജന്യ കേസ് വന്നു കഴിയുമ്പോൾ എല്ലാം പുറത്തു വരും, ഓരോന്ന് വരും. ഒരു വർഷത്തിനുള്ളിൽ എല്ലാം ക്ലിയർ ആവും. ഇനി നോക്കിക്കോ, എന്താ ഇപ്പൊ ഞങ്ങൾ ശാന്തിയായിട്ട് ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഈ സൗജന്യ കേസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഡൽഹിയിലായ പ്രശ്നം തന്നെ ഇവിടെ ആവാൻ പോകുന്നത്. അത് നോക്കിക്കൊണ്ടിരുന്നവര് ശാന്തിയുള്ളത് നീ ഒരു രീതി ചെയ്യാവാതെ നോക്കിക്കൊണ്ടിരുന്ന ഇവര് കൊള്ളാൻ. അതായത് താങ്കൾ സൂചിപ്പിച്ചത് ഈ സൗജന്യ കേസിന് തൊട്ടു പിന്നാലെ ധർമ്മസ്ഥലയിലെ മറ്റ് തിരോധാന കേസുകളിൽ ഒരു പുതിയ മൂവ്മെന്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവ്മെന്റ് അല്ല, നല്ല മൂവ്മെന്റ് ഉണ്ടാവും. ടോട്ടലായിട്ട് ഒരു ട്വിസ്റ്റ് വരും. ഓക്കെ, പക്ഷേ ഇത് വലിയ രീതിയിൽ ഇപ്പം നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി അടക്കം സംശയം നിഴലിൽ നിർത്തുന്ന രീതിയിലുള്ള വലിയ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. നിങ്ങൾക്കെതിരെ തെളിവുകൾ മുഴുവൻ വ്യാജ കെട്ടിച്ചമച്ചതായിരുന്നു. ആ തരത്തിലൊക്കെ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായതാണ് ഒരു ഘട്ടത്തിൽ. സഹിക്കാൻ പറ്റില്ല, അത്ര വലുതായതാ. അത്ര ആശയമായിരുന്നു നമുക്കായത്. പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലായിരുന്നു, ആ രീതിയിലായിരുന്നു ആക്കിയിട്ട് നമ്മളെ. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പിന്തുണ എത്രമാത്രം ഉണ്ട് അവിടെ ഇപ്പോൾ? പ്രത്യേകിച്ച് കോൺഗ്രസ് ഒക്കെയാണല്ലോ അവിടെ ഭരിക്കുന്നത്. അതെ, അല്ല, സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഇവർക്ക് ഇപ്പൊ ഞങ്ങൾ ആരും ഇപ്പൊ അവിടെ വലിയ വ്യക്തികൾ ആരാ ഉള്ളേ? അവര് കോൺഗ്രസിനെയും BJPനെയും എല്ലാത്തിനും ഒരേപോലെ തൂക്കിക്കൊണ്ടിരിക്കുന്നവരവര്. ഇപ്പൊ നമ്മൾ ഈ ആൾബലം ഉള്ളത് കൊണ്ട് ആൾക്കാർ കുറച്ച് മീഡിയക്കാർ ഉള്ളത് കൊണ്ട് ഇതിപ്പോ അവിടെ വരെ എത്തിയത്. ഇപ്പൊ ഞാൻ നമ്മളെ തന്നെ ഇപ്പൊ റോട്ടിൽ കൊണ്ട് അരച്ചുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ന് സുപ്രീം കോടതിയിൽ അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ജയം കിട്ടിയത് നമുക്ക് എൻക്വയറിക്ക് ആയത്. ഇല്ലെങ്കിൽ ഇതൊന്നും ആവിയലായിരുന്നു. ഒരു വർഷം കൊണ്ട് നടന്ന ഫൈറ്റാ സാറേ ഇതൊക്കെ. ശരി, മനസ്സിലായി ജയന്ത്. എന്തായാലും ജയന്ത് എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ. നമ്മുടെ ഇതിന് സഹകാരം തന്ന എല്ലാ മീഡിയക്കും ആൾക്കാർക്കും എല്ലാവർക്കും ഫുള്ള് ഒരു താങ്ക്സ് പറയാം. ഓക്കെ, താങ്ക് യു. ജയന്താണ് പ്രതികരിച്ചത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, ജയന്തൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ കേസ് സൗഭാഗ്യ കേസിന്റെ തുടരന്വേഷണം അത് ധർമ്മസ്ഥലയിലെ മൊത്തം തിരോധാന കേസുകളുടെ ഒരു പുതിയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാക്കുമോ? എന്താണിപ്പോൾ യഥാർത്ഥത്തിൽ ധർമ്മസ്ഥല കേസുകളുടെ അവസ്ഥ? കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായും സൈറ്റ്, ഈ കൂട്ടക്കൊലപാതക ആരോപണ കേസിൽ 7000 പേജുള്ള റിപ്പോർട്ട് ഇപ്പോൾ SIT സമർപ്പിച്ച ഒരു ഘട്ടം കൂടിയാണ്. ഒരാഴ്ച മുൻപാണ് അത്തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സൗജന്യ കേസിൽ സുപ്രീം കോടതി ഇങ്ങനൊരു ഉത്തരവ് കൂടി വരുന്നത്. അതായത്
ഒരിക്കലും പുനരന്വേഷണം ഉണ്ടാകില്ല എന്ന തരത്തിലൊക്കെ പ്രതീക്ഷ വിചാരിച്ചെടുത്തുന്നതാണ് അതെല്ലാം മാറി വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത് ഈ കേസിൽ പുനരന്വേഷണം എന്നത്. ഏതായാലും അത് വലിയ തോതിൽ അന്വേഷണത്തിലേക്ക് കടക്കും. ഇപ്പോൾ അത് മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു കാര്യം കൂടി പരാമർശം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ സാക്ഷിയായുള്ള ആളുകൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലും ഇന്നലത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്കെല്ലാം ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനാണ്. കാരണം നേരത്തെ പല സാക്ഷികളും ഇത്തരത്തിൽ ഇതിനെതിരെ ശബ്ദം ഉന്നയിക്കുന്നവർക്ക് പിന്നീട് ആത്മഹത്യ ചെയ്ത നിലയിലോ അല്ലെങ്കിൽ അങ്ങനെ മരിച്ച നിലയിലോ കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള സാക്ഷികൾ, ആ സാക്ഷികൾക്ക് ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ സൗജന്യയുടെ കുടുംബത്തിനും പോലീസ് സംരക്ഷണം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കുന്ന ഒരു ഏജൻസിയെ ഇപ്പോൾ SIT ഒരു വർഷം കൊണ്ടാണ് 2015 മുതൽ ഇത്തരത്തോളമുള്ള 15 വർഷം നീണ്ടു നിൽക്കുന്ന കേസുകളുടെ എല്ലാം അന്വേഷണം നടത്തി അതിലിപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചത്. ബംഗളകുട്ടിയിൽ നിന്നും ലഭിച്ച തലയോട്ടികളും അസ്ഥികൂടങ്ങളും, അത് കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലത്തിലുണ്ട്. അതെല്ലാം ഈ റിപ്പോർട്ടിലുണ്ട്. ഏതായാലും SITക്ക് ഈ അന്വേഷണം ബംഗളകുട്ടിയെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം നടത്താൻ തയ്യാറാണ്. അതിനുള്ള ഈ കോടതിയുടെ ഉത്തരവ് അവർ കാത്തിരിക്കുകയാണ്. ഇനി ബൽത്തങ്ങാടി കോടതിയിൽ നിന്നും ഈ റിപ്പോർട്ടിന്മേൽ എന്ത് ഉത്തരവ് വരുന്നു, അതോടൊപ്പം സുപ്രീം കോടതി പുനരന്വേഷണം കൂടി ഉന്നയിക്കുമ്പോൾ ധർമ്മസ്ഥലയിൽ വീണ്ടും ഈ കേസുകളെല്ലാം പരിശോധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതെല്ലാം വീണ്ടും വലിയ തോതിൽ ചർച്ചയാകുന്ന സാഹചര്യം വരും. ഏതായാലും സൗജന്യമായി ബന്ധപ്പെട്ട ഈ ഒരു കൊലപാതകം അതിൽ കൃത്യമായ പ്രതികളെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അത് തന്നെയാണ് അവിടെയുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് ഉന്നയിച്ചായിരുന്നു ഇവരെല്ലാം ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. അത് ഇനി വൈകാതെ തന്നെ അന്വേഷണം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഏത് ഏജൻസിയാണ് ഇത് അന്വേഷിക്കുക എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഏതായാലും കുടുംബത്തിന് വലിയ ആശ്വാസം, ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ആക്ഷൻ കമ്മിറ്റിക്കെതിരെ വലിയ വിമർശനം, ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നവർക്കെതിരെ വലിയ തോതിലുള്ള ആക്ഷേപം നേരിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി വീണ്ടും ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് ഇത് കടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ധർമ്മസ്ഥല കേസ് വീണ്ടും സജീവ ചർച്ചയാകും. അതോടൊപ്പം അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന, ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന പല കേസുകളും പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വഴിയായി ഈ സൗജന്യ കൊലക്കേസ് അന്വേഷണം മാറുമെന്ന് തന്നെയാണ് ഈ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. സൈത്തെ, യെസ്, അതാണ് ഈ സൗജന്യ കേസിൽ സംഭവിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കേസാണ്. അതുകൊണ്ട് തന്നെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിവാദ ആരോപണ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വരാൻ ഈ കേസിൻ്റെ പുനരന്വേഷണം വഴിവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്ത് ഏജൻസി, ആരന്വേഷിക്കുമെന്ന ചോദ്യം കൂടിയുണ്ട്. അതിൽ വ്യക്തത കൂടി വരേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.